ആലുവ മൂന്നാർ രാജപാത തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മേഖലയുടെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫെൻസിംഗ് തീർക്കുന്നതുമായി ബന്ധപ്പെട്ട നൂതന സംവിധാനങ്ങൾ കൊണ്ടുവരും. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ അതീവ ഗൗരവത്തിൽ പരിഗണിക്കുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നതിനേക്കാൾ വ്യത്യസ്തമായ അഭിപ്രായമാണ് വനം വകുപ്പിൽ നിന്നും അറിയാനായത്. സത്യാവസ്ഥ മനസ്സിലാക്കാനായിരുന്നു സന്ദർശനം. മേഖലയുടെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ പഠനം നടത്തണം. വിഷയം സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ ഉടൻ നേരിൽ കണ്ട് ചർച്ച നടത്തും. രാജപാത റോഡിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ജനപ്രതിനിധികളുമായി പോയി നേരിട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സന്ദർശനം വെച്ചത്. സർക്കാർ അനുവദിച്ചു നൽകുന്ന തുകയുടെ അപര്യാപ്തതയാണ് മറ്റൊരു പ്രധാന തടസ്സം. സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായി ലഭിച്ച തുക വാച്ചർമാരുടെ ശമ്പളത്തിന് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. അന്നേരം അത് ഇന്നിപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്, IAS ഓഫീസർ. ഇതുകൂടാതെ തന്നെ ആ കമ്മിറ്റി കൂടാതെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ കൊടുക്കും. അത് കൂടാതെ തന്നെ അത് നേര്യമംഗലത്തിലാണ്, ഇതിനുമുണ്ട് കമ്മിറ്റി. അന്നേരം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കണമെന്ന് വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ചുകൂടെ പഠനം നടത്താനാണ് ഞങ്ങൾ സന്ദർശനത്തിന് ശേഷം വന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനത്തിലെത്തിയത്. ഫെൻസിംഗിന്റെ കാര്യത്തിൽ നൂതന സംവിധാനം കൊണ്ടുവരുന്നതായി മന്ത്രി പറഞ്ഞു. പ്രശ്നബാധിത മേഖലകളിൽ 3 പാളികളുള്ള സംരക്ഷണ സംവിധാനം നിർമ്മിക്കും. ഇന്ന് ഞാൻ അടിയന്തരമായി പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 8 മണിക്ക് ചർച്ച വെച്ചിരിക്കുകയാണ്. ഇത് അഡ്രസ്സ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എനിക്ക് ഒന്നേ പറയാനുള്ളത്, അങ്ങേയറ്റം സീരിയസ്നെസ്സോടുകൂടി ഗവൺമെൻറ് ഇതിനെ സമീപിക്കുന്നുണ്ട്. മലയോര മേഖലയ്ക്ക് മുഴുവനായും പ്രയോജനം ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയും ആലോചനയിലുള്ളതായും മന്ത്രി പറഞ്ഞു. ഇത് പ്രാവർത്തികമായാൽ അർഹമായതും പര്യാപ്തവുമായ നഷ്ടപരിഹാര തുക പ്രശ്നബാധിതർക്ക് ലഭിക്കും. ഇത് ഫൈറ്റ് ചെയ്യാൻ കൊടുത്ത തുക തികച്ചും അപര്യാപ്തമായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കുറ്റവും ഏറ്റുവാങ്ങുമ്പോഴും സെൻട്രൽ അസിസ്റ്റൻസ് അടക്കം 305 കടലാസിൽ കണക്കെങ്കിലും ഫലത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിഹിതം 150 കോടി രൂപ മാത്രമാണ്. അതിൽ 70% വാച്ചർമാരുടെ ശമ്പളത്തിന് പോകും. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഫൈറ്റ് ചെയ്യാൻ എന്തോ പണം കൊടുത്തതെന്ന്. അന്നേരം ആ ഒരു സമീപനം മാറിയേ പറ്റൂ. ഇത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ മാൻ പവർ വേണം, റിസോഴ്സസ് വേണം, എക്യുപ്മെൻറ്റ്സ് വേണം, ബാക്കി പണം വേണം. നമുക്കിതെല്ലാം കൂടെ ചേരുന്നതാണ്. ഏറ്റവും പ്രോബ്ലമാറ്റിക് ഏരിയയിൽ ഇതൊന്നും പോരാ, 3 ലെയറുള്ള ഡിഫൻസ് സിസ്റ്റം വേണം. ആനെ പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ആനിമൽ ഇല്ല. അന്നേരം ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഇവിടെ എലിഫൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇത് AI ഉപയോഗിച്ചുള്ള സൗണ്ട് ആൻഡ് ലൈറ്റുള്ള ടൂൾസാണ് ഉള്ളത്. സെക്കൻഡ് ലെയർ ഹാങ്ങിങ് ഫെൻസാണ്. തേർഡ് ലെയർ ആണ് ഇതിൻ്റെ ഭയങ്കരമായി 12 അടി പൊക്കത്തിൽ ലാഷിംഗ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് വെച്ചുകൊണ്ട്, അതൊക്കെ ചൈനയിൽ നിന്ന് വരുത്തേണ്ട സാധനങ്ങളാണ്. ഇത് ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഒന്നാലോചിക്കുന്നത്. മലയോര കർഷകരുടെ പ്രശ്നങ്ങളെ അതീവ ഗൗരവമായി തന്നെ പരിഗണനയിലെടുക്കുന്നുവെന്നും മന്ത്രി കോതമംഗലം ബിഷപ്പ് ഹൗസ് സന്ദർശന വേളയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് ലോകത്തെങ്ങും ഇത് 100% ഒഴിവാക്കാനൊക്കത്തില്ല. പക്ഷേ ആ സീരിയസ്നെസ്സോടുകൂടി തന്നെ ഗവൺമെൻറ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ വരും ബഡ്ജറ്റിൽ മുതൽ അതിനുള്ളൊരു തുടക്കം നമുക്ക് കാണാം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.